നിങ്ങൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കാലിയായി കിടക്കുന്ന ഏതെങ്കിലും സ്ഥലം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ താഴെ നിങ്ങൾക്ക് വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് നിരവധി ഇതുപോലെയുള്ള മനോഹര കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിഡ്ജറ്റ്സിനെ കുറിച്ചിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മുടെ ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഒരുപാട് ഫീച്ചറുകളും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ടും പല കാര്യങ്ങളും നമുക്ക് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാനാണ് ഈ വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ തുടർന്ന് കാണുക. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാത്തവർക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. നമ്മുടെ ഫോണിലെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ, അത് ഏത് പേജിലായാലും ആ പേജിൽ കാലിയായി കിടക്കുന്ന സ്ഥലത്ത് വേണം പ്രസ് ചെയ്യാൻ. പ്രസ് ചെയ്താൽ താഴെ നിങ്ങൾക്ക് വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇത് എല്ലാ ഫോണിലും ഉണ്ടാകും. ഞാൻ മറ്റൊരു ഫോണിൽ കൂടി കാണിച്ചു തരാം. ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് ഐക്കണും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ ഫോൺ മോഡലും കാര്യങ്ങളും മാറുമ്പോൾ ഇതിൽ മാറ്റമുണ്ടാകുമെന്നേ ഉള്ളൂ. ഞാൻ ആദ്യത്തെ ഫോണിൽ കാണിച്ചു തരാം. ഇതിൽ വിഡ്ജറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിരവധി ഓപ്ഷൻ കാണാം. ഇതൊക്കെ നമുക്ക് ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിരവധി തരത്തിലുള്ള ക്ലോക്കുകൾ, ആപ്ലിക്കേഷനുകളിലെ പ്രധാന ഫീച്ചറുകൾ, ക്രിക്കറ്റിൻ്റെ ലൈവ് സ്കോർ, അതുപോലെ തന്നെ ഒരുപാട് തരം ക്ലോക്കുകൾ, കലണ്ടറുകൾ, അതുപോലെ ഒരുപാട് സ്ക്രീൻ രസകരമാക്കേണ്ട ഓപ്ഷനും ഉണ്ടാവും. ഞാനിപ്പോൾ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് സ്ക്രീനിലേക്ക്. ഇതുപോലെ നമുക്ക് ഈ വിഡ്ജറ്റ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ആനിമേഷനാണ്. ഈ പൂച്ച നിങ്ങൾക്ക് കാണാം, അത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് വാതിൽ തുറന്ന് പുറത്തേക്ക് വരും. ഇതുപോലെയുള്ള ആനിമേഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഉപകാരപ്രദമായ ഫീച്ചറുകളുടെ ഷോർട്ട് കട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ജെമിനി ആപ്പിൻ്റെതുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനി ആപ്പിൻ്റെ ചില പ്രധാനപ്പെട്ട ഫീച്ചറൊക്കെ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ ഉപയോഗിക്കേണ്ട ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലിസ്റ്റ് കിട്ടും. ഞാൻ ഇതല്ല വേറൊരു ഫോണിലും കൂടി കാണിച്ചു തരാം. എല്ലാ ഫോണിലും ഇങ്ങനെയല്ല. ഇനി ഇതിനകത്ത് നിന്ന് ഞാൻ ജസ്റ്റ് ഫോൺ പേ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഫോൺ പേൻ്റെ ഷോർട്ട് കട്ട് നമുക്ക് ഹോം സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഹോം സ്ക്രീനിൽ വെച്ചാലുള്ള ഉപകാരം, നമുക്ക് ഫോൺ പേയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യണമെങ്കിലും, ഒരാൾക്ക് പണം അയക്കണമെങ്കിലും, ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്കതിൻ്റെ ഷോർട്ട് കട്ട് ഹോം സ്ക്രീനിൽ കിട്ടുന്നതാണ്. എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഒരുപോലെയല്ല. മറ്റൊരു ഫോണിൽ അതേ ഓപ്ഷൻ ഞാൻ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റാണ് കാണിക്കുന്നത്. ഓരോ ആപ്ലിക്കേഷനിലും നമുക്ക് എത്ര ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൽ കാണിക്കുന്നുണ്ട്, എന്തൊക്കെ ഫീച്ചർ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാമെന്ന്. ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് ഫോൺ പേ ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഫോൺ പേയിൽ 2 ഓളമാണുള്ളത്. 2-ൽ 1 മൊത്തമായിട്ട് നേരത്തെ സെറ്റ് ചെയ്ത അതേ ഓപ്ഷൻ, മറ്റൊന്ന് QR കോഡ് മാത്രം നമുക്ക് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാം. QR കോഡ് ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് QR കോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് QR കോഡ് ഓപ്പൺ ആവും. നമുക്ക് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ വിഡ്ജറ്റ്സിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.